എന്തായിരുന്നു? ബിജീഷ് പറഞ്ഞിട്ട് വന്നാണ്. ഓക്കെ, എന്ത് സർവീസ് ആയിരുന്നു? മാസ്ക്. ഓക്കെ, ഇതാട്ടോ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ചാർക്കോളത്ത് ഇതാണ്. അപ്പോൾ അതിൽ ക്ലീനിപ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ചെയ്യാനാണെന്നാ നോക്കുന്നത്. ഓക്കെ, എന്നാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഈ ബ്യൂട്ടി പാർലറിലാണ് ഇന്നത്തെ പ്രാങ്ക് അരങ്ങേറുന്നത്. ഫേസ് മാസ്ക് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വമ്പൻ ഓഫർ നൽകുന്ന സ്ഥാപനമാണ് ഈ ബ്യൂട്ടി പാർലർ എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവും ബ്യൂട്ടി പാർലറിലെത്തുകയാണ്. ഇനി കാണാൻ പോകുന്നതാണ് പ്രാങ്ക് പൂരം. എന്ത് ചെയ്യാനായിരുന്നു? പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. പാക്കേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, പോരാട്ടോ. ചെയ്തിട്ടുള്ളതാണോ അതിന് മുമ്പ്? പാക്കേജ് എന്താ ചെയ്യുന്നത്? പാക്കേജ് മാസ്ക് ആണ് ഇടുന്നത്. അത് എന്ന് പറഞ്ഞാൽ നമുക്കല്ലാതെ ഇത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എടുക്കാതെ തന്നെ ഈ പാക്കിങ് ഇട്ടാൽ മതി. പാക്ക് ഇടുമ്പോൾ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം പോരും. നല്ലതാണ്. ഇത് ചാർക്കോളിൻ്റെയാണ്. നല്ല എഫക്റ്റ് കിട്ടും. ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഫേഷ്യലോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എന്നാൽ സ്റ്റാർട്ട് ചെയ്യട്ടെ. കുട്ടിയുടെ റീലൊക്കെ കാണാറില്ല. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ തോന്നിക്കത്തക്ക വിധം എന്താ ചെയ്യാൻ പറ്റും? അത് പെർമനന്റ് ചെയ്താൽ മതിയേ. സ്മൂത്തനിങ് ചെയ്യാം. അല്ലെങ്കിൽ കെരാറ്റിൻ, പിന്നെ ബോട്ടക്സ്, ഇതൊക്കെ നല്ലതാണ്. ഞങ്ങൾക്ക് കൂടുതലും ഇവിടെ ഹെയറിൻ്റെ ആണ്. പേരെന്താണ് മാമിൻ്റെ? അഞ്ചു. എത്ര ടൈം 20 അല്ല 30 മാക്സിമം. താഴെ വിഷ്ണു പറഞ്ഞൊന്ന് പോയിട്ട് വരാട്ടോ. അല്ല വിളിച്ചാൽ ചെറുതായിട്ട് ചൂടെടുക്കുന്നുണ്ട്. എ സി ഇട്ടിട്ടുണ്ടല്ലോ. എ സി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇതിനകത്ത് ചെറുതായിട്ട് ചൂടൊക്കെ വരുന്നു. മാറുമായിരിക്കില്ലേ? അത് കുഴപ്പമില്ല. എൻ്റെ ഹെയർ നല്ല സ്മൂത്ത് ചെയ്താണ്. ഇച്ചിരി കൂടെ ആകാനുണ്ട്. ഇതൊക്കെ ഇതാ ഡ്രൈ ആകുമോ? ഇതെല്ലാം ഡ്രൈ ആകണോ? ഡ്രൈ ആണ്. ഇതുവരെ ചെയ്യാത്ത സാധനമാണ്. ആദ്യമായിട്ട് ചെയ്യാ. ഒരാളുടെ നിർബന്ധപ്രകാരം. വേദന എടുക്കുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊരു അസ്വസ്ഥതയുണ്ട്. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല. വാങ്ങി ചെയ്യുന്നതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചെയ്തിട്ടില്ല. ഇത് പോയിച്ചുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇപ്പം ഇല്ല. ഫേഷ്യൽ ഇതിനു മുമ്പ് ഏതാ ചെയ്തിട്ടുള്ളത്? ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തൊക്കെയാണല്ലേ? വലിയുന്നല്ലോ. വേദന എടുക്കുന്നോ? വേദന ഉണ്ടാവാൻ വഴിയില്ലല്ലോ. എനിക്ക് ഇവിടെ തൊടാൻ വയ്യട്ടോ. എങ്ങനെയുണ്ട്? വലിച്ചിലുണ്ടല്ലേ? പോയൊന്നും സാധ്യയില്ല. എന്താ പേര്? അഞ്ചു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഞാനും ഫസ്റ്റ്. എൻ്റെ പേരാ? എൻ്റെ പേര് അമ്പിളി. എടാ, നമ്മൾ ഇതിട്ടിട്ടേ ഇനി എന്നൊന്നിടണം? ഇനി ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ചെയ്യണം അല്ലേ? നമുക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ ഒരു സോപ്പോ അല്ലെ ഫേസ് വാഷോ അതൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് ബെറ്റർ ഇന്നൊരു ദിവസത്തേക്ക്. പിന്നെ മാക്സിമം വെയിലൊക്കെ ഒത്തിരി കൊള്ളാതിരിക്കുക. പിടിക്കുന്നു വേണ്ട കേട്ടോ. പതുക്കെ എടുക്കണേ. മാമിത് എടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അറിയാമല്ലോട്ടേക്ക്. നിങ്ങൾ എന്താ കാണിക്കിയത്? മാമി ഇതിങ്ങനെ എടുക്കണ്ടേ? ഞാൻ എപ്പോഴും പറയുന്നില്ല എനിക്കിത് വേദന എടുക്കുന്നു നീറുന്നു പറഞ്ഞില്ലേ? ഞാനൊന്ന് നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് നല്ലതാണ്. ചാർക്കോളിന്റെ പാക്ക് നല്ലതാണ്. മാം പ്രശ്നമൊന്നുമില്ലല്ലോ. പേടിയുണ്ടോ? പേടിയുണ്ടോ മാമിന്?
മാം ഇത് എടുക്കണല്ലോ എന്താണേലും. മാം ഞാൻ കൈ കൊണ്ട് വരുമ്പോഴത്തേക്കും മാം കരയാൻ തുടങ്ങി. പിന്നെ എനിക്കിത് എടുക്കാനുള്ള ടൈം തന്നാലേ എനിക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതങ്ങോട്ട് ആളുകളെ പറ്റിക്കാനിരിക്കുവാണോ? ഞാൻ പതുക്കെ എടുക്കാം. മാമിന് വേദന ഇല്ലാത്ത രീതിയിൽ ഞാൻ എടുത്തു തരാം. ഇതാണ് വേദന ഇല്ലാത്ത രീതിയിൽ എടുക്കുന്നത്. അയ്യോ മുടിയെല്ലാം അവിടെ പറഞ്ഞു വരുന്നു. എടുക്കട്ടെ എടുക്കട്ടെ എടുക്കട്ടെ. അയ്യോ എന്റെ അമ്മച്ചി, പോലെ പോയേ. ഇതെനിക്കൊന്ന് എടുക്കാനുള്ള സമയം തന്നാലാണ് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ എന്റെ അമ്മച്ചി. അത് എങ്ങനെ വേദന വരത്തില്ല, വേദന വരില്ല ഇതിന്. നിങ്ങൾ എന്തോ കാണിക്കേണ്ട ഇച്ചിരി തൊലി പോയി. പോയണ്ട തൊലി പോയി, തൊലി പോയി. എനിക്ക് പിന്നെ ഇളക്കിയാ നിങ്ങള്. ഹലോ, ഇങ്ങോട്ടൊന്ന് വരുമോ? ഇത് കണ്ടവർ എന്റെ മുഖത്ത് തേച്ചിട്ട് ഇത് ഇളക്കാൻ പറ്റുന്നില്ല. തൊലിയെല്ലാം ഇളകി വരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോ ഇതിവിടെ ചെയ്യാൻ വന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കരി പോലത്തെ സാധനം ചാർക്കോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കരി വാരി തേച്ച് ഇപ്പൊ തന്നെ ഇളകുന്നില്ല. വേഗമാ. അയ്യോ മാമി ഇത് ഞങ്ങളിവിടെ ഞങ്ങളിവിടെ ഇത് ചെയ്തോണ്ടിരിക്കണ. ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രശ്നം ഉണ്ടാക്കണ എന്താ? എനിക്ക് വേദന എടുത്തിട്ട് വയ്യ. മാമിയുടെ വെയിറ്റ് ചെയ്യേ, ഞാനത് എടുക്കട്ടെ. അടുത്തിരിക്കുന്ന ആ മാമിനും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരും പേടിച്ചു പോവില്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചാല്? എന്റെ കാര്യം നോക്കിയാൽ പോരെ. അവരുടെ മുഖം പൊള്ളോ വേദന എടുക്കുക, എനിക്ക് അതിന്റെ കാര്യം. എന്റെ മുഖം മാത്രം നോക്കിയാൽ പോരെ. ഒരു കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിൽ എടുത്ത് ചെയ്തു തരാം. ഒരു പേടിക്കൊന്നും വേണ്ട. അവരത് പ്രശ്നം ഉണ്ടാവും. ശരിക്കും നമ്മള് നാണം കെടുത്തു തോന്നണം. അല്ല ഞാൻ എന്തിനാ നിങ്ങള് നാണം കെടുത്തുന്നേ? നിങ്ങൾ ഞാൻ പൈസ വന്നിട്ടാണ് ഇത് ചെയ്യാനിരിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വം? അത് ഉത്തരവാദിത്തമായിട്ട് ഞാൻ ചെയ്യുന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരുത്തി. അല്ലെങ്കിൽ അതിന് ചോദിക്കണം, അല്ലെങ്കിൽ പറയണം, മാം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇത് വെക്കുന്ന ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയണം. എല്ലാവരുടെ സ്കിൻ ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ആവോ? ഇത് എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ സ്കിൻ ഇത്ര വേദന എടുക്കുന്നത്. എനിക്ക് മാത്രം വേദന എടുക്കുന്നത് എന്താ? അത് പറ. മാമിന് സ്കിന്നല്ലേ ഒരു ശകലമൊക്കെ വേദന എടുക്കുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. മാമിനോട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാ ചെയ്ത. ശരിയാ, എന്ത് സെറ്റാക്കാൻ? നീ ഇതിനെ വലിച്ചിളക്കാൻ പോവാണോ? ചട്ടുകം വെച്ച് വലിച്ചിളക്കുന്നതിനകത്ത് ചട്ടുകം കൊണ്ടുവന്നേക്കുക. വലിച്ചിളക്കാൻ സൂക്ഷിച്ചാണ്. എന്റെ തോലി അല്ലാണ്ട് ഇപ്പൊ വലിച്ചിളക്കും. പെണ്ണ് നല്ലതുപോലെ വേദന എടുക്കുന്നയോ. ഇത് വലിച്ചിളക്കാൻ പറ്റുന്നില്ല. അവരിത് തൊടാൻ വരെ സമ്മതിക്കില്ല. സ്കിന്നൊക്കെ ഇളവില്ലേ? ഇല്ല സാർ, ഇത് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര വേദനയായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോ ഇവിടെ വന്നത്. നിങ്ങൾക്ക് ഒരു പാക്കേജ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇവിടെ കൊണ്ട് ആക്കിയത്. ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ പറ്റിയ മാമ ഇത് പ്രശ്നം ഇത് എന്താ പറയണേ? നിങ്ങളെ ഇങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്നേ? മാമി പറഞ്ഞു പോയില്ലേ ഇവിടെ? ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തോ, ആർക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ ഇതെന്താ പറ്റിയെന്ന് പറയേ? സൗന്ദര്യം കൂട്ടാൻ സെൻസിറ്റീവ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം, മനസ്സിലായോ? ആ പാട് മറക്കാമെന്ന് വെച്ചോ. ഫേസിൽ എന്തെങ്കിലും പറ്റി നമുക്ക് മറക്കാൻ പറ്റുമോ? ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാൾ പോ, ഇറങ്ങിപ്പോ. കണ്ടാ പോ, ഇയാൾ ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. കാര്യം പറഞ്ഞാൽ ഇയാൾ ഇറങ്ങിപ്പോ കേട്ടാ. ഇങ്ങനെ വിടാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യാൻ നിൽക്കില്ലേ? ഒറ്റയ്ക്കാണോ വന്നേ? പിന്നെ ഹസ്ബൻഡിനെ വിളിക്ക്. ഇളക്കം പറയാ എന്റെ അടുത്തത്. പ്രശ്നമൊന്നുമില്ല, ഞാനിത് എടുത്തോളാം. നീ ചെയ്യണ്ട, ഇയാൾ ചെയ്യണ്ട. ബാ, ഞാൻ ഇത് കൊണ്ട് എങ്ങനെ ഇറങ്ങും ചേട്ടാ? ഇത് ഹോസ്പിറ്റലിൽ പോകാൻ ഇത് ഇട്ടോണ്ട് ഇവിടെ പോയിട്ട് ഇളക്കി ബാക്കിയുള്ള സ്കിന്നോട് ഇളയണ്ട. ഇയാൾ ചെയ്യണ്ട. വാ, ഇറങ്ങി. കാശെല്ലാം തന്നിട്ടില്ലോ. നിങ്ങൾ മാറ്റി കാശല്ല, റെസീറ്റ് വേണം എനിക്ക്. ഇതിവിടെ ചെയ്തതായിട്ടുള്ള തെളിവ് എനിക്ക് റെസീറ്റ് വേണം. റെസീറ്റ് എടുക്ക് സാർ. എന്നാലും ഈ രീതിയിൽ പോകല്ലേ? ഈ രീതി പോകണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാ?
ഞാനിവിടുത്തെ സ്റ്റാഫാണ്. സ്റ്റാഫാണ്. ആൾ കൈ വെച്ചിരുന്ന വെളിയിൽ വാ എടോ എഴുതിക്കടോ ചേച്ചി പോ ഹലോ എണീറ്റ് പോ കുട്ടി വെള്ളം നല്ല കാര്യം പറയാം ഇവന്മാർ സ്കിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മുടിയും കൂടെ ചിലപ്പോൾ കരിച്ചു കളയും. ചന്ദ്രനൊക്കെ വിളിക്കട്ടെ. നിങ്ങൾ ആരും വെച്ചാൽ കളിച്ചത് നിങ്ങളെ വാ ഇയാൾ ജീവൻ വേണമെങ്കിൽ പോവും. ഉള്ള കാര്യം പറയാം. ഉള്ള ജീവനും കൊണ്ട് പൊക്കോ. നിങ്ങൾ കാശിന് വെച്ചല്ലേ ഇതൊക്കെ? ഇതാണ് മുഖം പൊള്ളിച്ചിട്ട് വിട്ടത് ആണോ? എനിക്ക് റെസീറ്റ് വേണം. ഈ പുള്ളി ഇവരെ ചെയ്തതായിട്ടുള്ള റെസീറ്റ് എനിക്ക് വേണം. ഞങ്ങൾക്ക് തെളിവാണല്ലോ ഇവിടെ ചെയ്തതിൻ്റെ. ഹലോ ഇതാണ്ട് കണ്ട ഇവിടുത്തെ സ്കിൻ്റെ അത്രയും പോയണ്ടോ? കണ്ടോ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകണം? ഇയാളുടെ ഭാര്യയാണ് അവിടെ ഇരിക്കുന്നത്. ആണോ? നിങ്ങൾ വേണം അവിടെ ഇരിപ്പുണ്ട്. അതിന് ഇനി ഇളക്കണ പാട് എങ്ങനെയാണെന്ന് അറിയാം. ഇത് അറിയില്ലാത്ത സാധനമൊക്കെ എന്തിനാ നിങ്ങൾ ചെയ്ത്? സാർ ഇത് അറിയില്ലാത്ത സാധനമല്ലേ? അറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യോ ഇത്? ഇതൊക്കെ കണ്ണിലേക്ക് വീഴാൻ പാകത്തിനുള്ളത് വെച്ചേക്കും. അതൊക്കെ ഞാൻ എടുത്തോളാം. അതൊക്കെ ഞാൻ എടുത്തു തരുന്നോളാം. അതൊക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇനിയിപ്പം അതേപോലെ ആവുമോ? ഇല്ല എടുക്കട്ടെ എന്നാന്നേ എടുക്കല്ലേ എടുക്കുന്ന സമയത്ത് അതുപോലെ ആയാലോ? എടുക്കാതിരിക്കാൻ പറ്റുമോ? ഏട്ടൻ വല്ലാത്തതാണല്ലോ പറഞ്ഞു. അത് എടുത്തു കഴിയുമ്പോ അങ്ങനെ ആയാലും എന്നാ ചെയ്യണേ? എടുക്കണ്ടേ? എടുക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ അവരോടൊന്നും ചോദിക്കാതെ എടുക്ക. ഇതെന്തൊരു കഷ്ടം. എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുക. എടുക്കണ്ടേ? ഇതാരാ? സ്റ്റാഫാണ്. ഇത് കണ്ടോ? ഇത് ഒട്ടിച്ച് ഇളക്കാനും വയ്യ. കണ്ടോ സ്കിന്നൊക്കെ പോയണ്ടോ? സ്കിന്ന് പോയോ? എങ്ങനെ പറ്റിയത്? സാറ് ഇതിനു മുമ്പ് അങ്ങനെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോ ഈ മാവിന്റെ ആ സ്കിൻ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോ അത് ഇട്ട് കഴിഞ്ഞപ്പോ ഇനി ആ സ്കിന്നിന്റെ എന്തെങ്കിലും ഒരു ഇതാ ആയിരിക്കണം. ചൊറിച്ചിലുണ്ടോ? ഇല്ല. കുഴപ്പമില്ലേ? ചൊറിച്ചിൽ അങ്ങനെ ഇവിടെ എന്താ സ്കിന്നിന് വല്ല അലർജി ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് സ്കിന്നൊന്നും അലർജി. അവർ ഇട്ടതിന്റെ അത് ഇട്ടതിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇട്ട് അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ മാം ഭയങ്കര കരച്ചിലും ബഹളമാണ്. അല്ല ഇതിനു മുമ്പേ മറ്റേ ഈ അന്ന് ഇട്ടത് കുറെ വീട്ടിൽ പോയതിനു ശേഷം വീണ്ടും ഒരു വിളിച്ചു ഇത് പറഞ്ഞു അങ്ങനെ വല്ല പ്രശ്നം വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു പ്രശ്നവും വരില്ല. അല്ല അന്ന് തടിച്ചു എന്ന് പറഞ്ഞു അന്നേ. അന്നൊരു ഇഷ്യൂ ഉണ്ടായി. ഇനി അങ്ങനെ വല്ല കുഴപ്പമുണ്ടോന്നു? ചുമ്മാ നമ്മൾ പറിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വീട്ടിൽ ചെല്ലുമ്പോൾ വല്ലതും വന്നാലോ? ഇനി വീട്ടിൽ ചെല്ലുമ്പോ ഇവര് പറഞ്ഞിട്ടാണ് നമ്മളിട്ടെ. നിങ്ങൾ കണ്ട സാക്ഷിയാണല്ലേ? ഞങ്ങൾ പോലീസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാക്ഷിയൊന്നും പറയല്ലേ? പറയണം കേട്ടോ. എനിക്ക് അവിടെ പ്രശ്നം ഇല്ലില്ല. ഇതൊരു നമ്മുടെ ഇവിടെ പിടിച്ച് വലിച്ച സ്കിന്നുള്ള ഉറപ്പായിട്ടുള്ള ഇവിടെ പോന്നിട്ടുണ്ടോ? പൊങ്ങിട്ടുണ്ട് ഇല്ലേ? ഉണങ്ങാത്തോടെ പറയാത്തത് ചെറിയ തടിപ്പ്. അത് കുഴപ്പമില്ല. അത് നിങ്ങൾ കുഴപ്പമില്ല ആരെടുത്താ പറയണേ? അല്ല ഞാൻ പറഞ്ഞത് 2000 രൂപയുടെ ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ അല്ല ഇനിയിപ്പോൾ ക്ലീൻ ആക്കാൻ പോകണ്ട. ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷയം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാനും വയ്യേ? നിങ്ങൾ ഇളക്കുന്നില്ലേ? അല്ല ഇനിയിപ്പോൾ ഇളക്കുന്നില്ല. അത് നിങ്ങൾ ഇളക്കുന്നില്ലേ? അല്ല നമ്മൾ ഇളക്കുന്നത് ശരിയാവില്ല. എന്താ അറിയാമോ? എന്തെങ്കിലും വിഷയം ആയി കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ പറഞ്ഞില്ല അന്ന്. അത് കൊള്ളാലോ. നിങ്ങൾക്ക് ഇനി വരാണെങ്കിൽ വേണ്ട നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ പോ. ഞാനാ മുരളി. നിങ്ങൾ പോ. അല്ല ഇളക്കാൻ പറ്റില്ല. എന്തെങ്കിലും വിഷയം വന്നാൽ ഞാൻ സമാനം പറയണം. എനിക്കത് പറ്റില്ല. അല്ല അത് പറ്റില്ല. നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഇതായെന്ന് പറഞ്ഞ് ഇളക്കി. അത് പ്രശ്നമൊന്നുമില്ല. കൊണ്ടുപോക്കോ. അവിടെ വലിച്ചിളക്ക് ഉണങ്ങിയിട്ടില്ലെന്നത് കുഴപ്പമില്ല. അല്ല അങ്ങനെ മാറ്റി തരാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് കിടക്കുമ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ സമാനം പറയണ്ടേ? ഇവിടെ വന്നെന്നും പറയണ്ട കേട്ടോ. ഡോക്ടറിന്റെ അടുത്ത് ഒന്നും പറയണ്ട. പിന്നെ സ്വന്തമായിട്ട് ചെയ്തു എന്നങ്ങ് പറഞ്ഞാൽ ഇവിടെ വലിച്ചിളക്കരുത്. ഏട്ടനോട് ഞാൻ 100 വട്ടം ചോദിച്ചിട്ടല്ലേ ഇങ്ങനെയുണ്ടോ? വലിയ പ്രശ്നം. പക്ഷെ എന്റെ മാറ്റി തന്നെ എന്താണെങ്കിലും മാറ്റാൻ ഞാൻ പോകില്ല. ആ ഭാഗത്താണ് പ്രശ്നം. ആ ചെറിയ തടുപ്പ് പോലെ തോന്നിയെന്ന് പറഞ്ഞോണ്ടേ അത് അലർജി ആയിട്ട് മാറും. തടുപ്പില്ല. ശരി അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് അതിന്റെ ഭാഗത്ത് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ. ഇല്ല നിറവ്യത്യാസം ചെറിയ പ്രശ്നം. അയ്യോ പണിയായല്ലോ. പോലീസോട്ടെ നമുക്ക് കാണിച്ചു വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ
ഹലോ ഹലോ വലിച്ചിളക്കി കളയല്ലേ കേട്ടാ. കുറച്ചിരിക്കട്ടെ കേട്ടോ. ഇപ്പൊ പോലീസ് എന്താ വലിച്ചിളക്കല്ലേ? ഇവരിങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പറ്റുമോ നമുക്ക്? ഞങ്ങളിപ്പോ തൂക്കി കൊല്ലാൻ തെളിവ് തരാൻ പറഞ്ഞ എനിക്ക് തെളിവില്ല. ഇപ്പൊ എന്റെ മാത്രം തെളിവ് ഇതിപ്പോ നിങ്ങളുടെ സ്റ്റാഫിന്റെ കയ്യിൽ കയ്യബദ്ധം പറ്റിപ്പോയില്ല, ക്ഷമിക്കണം. കയ്യബദ്ധം പറ്റിയ ശരിയാത്തില്ലല്ലോ. സ്റ്റാഫിന്റെ കുഴപ്പമില്ലേ? അത് നിങ്ങളെ പൈസ വേണ്ട, തീർന്നു. ഇതിപ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നാളെ ഇതിപ്പോ വെയിലടിക്കുമ്പോ ഇത് ചുമന്ന അത് ചുമക്കും, എന്തായാലും വെയിലടിക്കുമ്പോ ഇന്ന് പ്രശ്നമാണ്. ചുമക്കാം, അത് വിഷയമല്ല. അത് ഡോക്ടറുടെ അടുത്ത് പോയിട്ടേ എന്നതാ ഇയാളെന്തോ ഞാൻ പറയുന്നത്? പറയാം. ചുമന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തടിച്ച് ചുമന്ന് കയറും. അപ്പോൾ ഡോക്ടർ 2000 രൂപ ഇഞ്ചക്ഷൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മണി വിളിച്ച് പറയാം. എന്താ പറയണ? 1 മണിക്കൂർ കഴിയുമ്പോ ഉറപ്പായിട്ടും ചൊറിഞ്ഞു വരുന്നു. ചൊറിഞ്ഞ് വരും. കുറച്ച് ചെറിയ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. 1 മണിക്കൂർ നിങ്ങൾ ഒരുപാട് പേർക്ക് എങ്ങനെ പറ്റിയിട്ടുണ്ട്? അപ്പം 2 പേർക്ക് 3 പേർക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് 2000 രൂപ ഇഞ്ചക്ഷൻ ഏട്ടാ അതിന് മുഖം വെച്ചിട്ടാണ് കളിക്കണത്. സത്യം പറയുന്നത് നിങ്ങൾ എന്താ പറയണത്? ഇവിടെ വന്ന് ചെയ്തിട്ട് ഞങ്ങൾ ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ പോണോ? അല്ല, ഇഞ്ചക്ഷൻ ചെയ്തല്ലേ, പ്രശ്നമല്ല. അത് ഇവിടെ നിന്ന് പറയല്ലേ, ഇവിടെ നിന്ന് പറയല്ലേ. അത് പിന്നെ എവിടുന്നാന്ന് പറയണം? നമ്മളെ മോശപ്പെട്ടല്ലേ. നമുക്കൊരു ഇങ്ങനെ ആർക്കെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? 2 പ്രാവശ്യം സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ? ഏട്ടാ ഒന്നാണ് ഇത് 2 സംഭവിച്ച 2 വേണം. അതിപ്പോ വിഷയമല്ല. 2000 രൂപ ഇഞ്ചക്ഷൻ മുതലാളിയാണ്. ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ ഞാൻ മുതലാളിയായി പോയില്ലേ? സത്യാവസ്ഥ പറഞ്ഞല്ലേ പറ്റുള്ളൂ. സംസാരിക്കണേ. എന്റെ ക്ലീൻ ആക്കി തരാൻ പറ്റുമോ? ക്ലീൻ ആക്കി തരും. എന്നാ പെട്ടെന്ന് കേട്ടെ. അല്ലല്ല, തുറന്ന ഇതിപ്പോ ചെയ്യാന്ന് പറഞ്ഞാ ചെയ്യണം. പോലീസ് മുതലാളി പറയണ പോലെ എനിക്ക് ചെയ്യാം. മുതലാളി ഇയാളാണ് എന്റെ മുഖത്തിട്ടത്. പോലീസിനെ ഞങ്ങൾ വിളിച്ചു. അപ്പൊ പോലീസ് ഒന്ന് പോലീസ് ഒന്നും വരണ്ട. നിങ്ങൾ എന്തോ നീ കാണിച്ചു നിങ്ങൾ വെറുതെ വിടാൻ പറ്റുമോ? 2000 രൂപയുടെ ഇഞ്ചക്ഷൻ വെച്ചാൽ 2000 രൂപ ഇഞ്ചക്ഷൻ മുഖത്തെടുക്കാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ കാലിൽ വെക്കാൻ പറ്റുമോ? മുഖത്ത് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി എല്ലാം ഇങ്ങോട്ട് വന്നേ. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങി. നിങ്ങൾ പോയി ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി എല്ലാം ബ്രേക്കിന് പോ, ടീ ബ്രേക്കിന് പോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുള്ളൂ? 2000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്താൽ അത് പ്രശ്നമല്ല. അതിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി എല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇതെല്ലാം പിന്നെ മോഹൻ ചെറുതായിട്ട് ഇവിടെ എത്ര തടിച്ച് കയറിയെന്നല്ലേ ഉള്ളൂ. അത് 1.5 വർഷം കൊണ്ട് മാറും. വെയിലത്ത് ഇറങ്ങിയ കംപ്ലീറ്റ് കൊണ്ടു തലക്ക് സുഖമില്ലാന്ന്. തലയ്ക്ക് സുഖമില്ല. സത്യാവസ്ഥ പറയുമ്പോ ഇപ്പൊ എന്താ വിഷയം? നിങ്ങൾ ഇറങ്ങി പോയ ടീ ബ്രേക്കാണ്. ഈ മോഹം കൊണ്ട് എങ്ങോട്ടാ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടാ. അതൊന്നും അവിടെ എടുത്തിട്ടില്ലേ ഇനി, കാരണം തെളിവ് നമുക്ക് 2 ഇടിയില് കുറവുണ്ട്. നിങ്ങളെല്ലാം പുറത്തിറങ്ങി. എവിടെ നിങ്ങളെല്ലാം പുറത്തിറങ്ങി. എന്തേ പുറത്തിറങ്ങുന്നത്? എന്റെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ എനിക്കിവിടെ നിങ്ങൾ ഇറങ്ങിയ ഹലോ ടവലൊക്കെ ആ ടവലെടുത്തേ ഇവിടുത്തെ പോയ രണ്ടുപേർക്ക് പ്രശ്നം ഉണ്ടായിട്ട് ആ കേസ് വരെ തീർന്നിട്ടില്ല. നേരത്തെ ഉള്ള കേസ് വിളിച്ചോണ്ട് പോയേ. ഒരു സ്ത്രീയാണ് ഇങ്ങനെ വിളിച്ചോണ്ട് പോണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇട്ടെന്ന് പറയാൻ ചെയ്തു കേട്ടോ. പോയ 2000 രൂപ അത് നിങ്ങൾ സ്വയമായിട്ട് യൂട്യൂബിൽ കണ്ടങ്ങിട്ടെന്ന് പറയണം. എവിടെ യൂട്യൂബിൽ കണ്ടേ അതേപോലെ സ്വയം ഈ സംസാരം കേട്ടൊന്നും പറയാനില്ലേ? അവരെന്താ പറയുന്നത്? എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മതി ആ ടൗലിങ് എടുത്തേ. അയ്യേ അല്ല ടൗലാക്കല്ലേ. ഇത് വാഷ് ഇതെന്താ ഈ സ്ഥാപനത്തെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നും കാര്യമില്ല. വെളിയിൽ വേണ്ട. പൊക്കോ ഇറങ്ങിക്കോ. നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. തീർന്നല്ല വിഷയം. പോയ വിളിച്ചോണ്ട് പോയ എങ്ങോട്ടായിട്ടാ പോണേ ഈ മോഹം? തിരുവനന്തപുരം പോയാൽ മതി. നിങ്ങളല്ലേ പറഞ്ഞു വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ഒന്ന് ഇറങ്ങി നിങ്ങൾ അങ്ങനെ വെളുപ്പിക്കണേ. ഇത് കളയത് ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങി പോയാ അങ്ങോട്ട്. ശരിയാവണെങ്കിൽ അത് കൊള്ളാലോ. എന്താ പറഞ്ഞില്ലേ നിങ്ങളടുത്ത്? എന്താന്ന് ഇറങ്ങിപ്പോയ എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ. അത് കൊള്ളാലോ. എന്താ മുഖം എന്തോന്ന് ചെയ്യാനായിട്ട് കൂടി പോയാൽ തടിച്ചു കയറും. 1.5 വർഷം ഈ 2000 രൂപ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാറിക്കുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നല്ലേ ഉള്ളൂ. ഇഞ്ചക്ഷൻ എടുപ്പിക്കാനാണ് എത്ര വലിയ സ്ഥാപനം തുറന്നു വെച്ചോണ്ട് ഇവിടെ ഇരിക്കണേ. പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇങ്ങനെ വന്നാൽ അവർക്കുള്ള ഉപാധിയും കൂടെ പറഞ്ഞു കൊടുക്കുക. അതാ കാര്യം. ഇയാളെ എവിടുന്ന് വന്നു? ഞാൻ എവിടെ നിന്ന് വരുന്നത്? ഇത് വലിയ ഇതെന്താണ് നിങ്ങൾ എന്താണ് ഈ ഒരു സ്ഥാപനം ഇങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് താങ്ങി തൂങ്ങുന്നത്? ഭാര്യയെ വിളിച്ചോണ്ട് പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നേ. ഇനി നിങ്ങൾക്ക് പാക്കേജ് ഇല്ല. ഞാൻ മുഖം നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ മുഖത്ത് ഇനി എന്തെങ്കിലും ഇവിടെ ഒരു പാക്കേജും ഇല്ല, ഒരു കുന്തവും ഇല്ല ഇവർക്ക്. പൊക്കോ. എന്താണ് അവിടെ അത് ഇളക്കിട്ട് വിടുവോ? ക്ലീൻ ആക്കണോ മര്യാദ? അത് പറ്റില്ല. എന്താണ് ഞാൻ നിങ്ങളെ ദേഹത്തോട്ടില്ല. ഞാൻ ഈ സീറ്റിലാണ് തൊട്ടത്. ഇറങ്ങിക്കോ. ഇങ്ങനെ ഇറങ്ങി പോകണ്ട വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ ഇറങ്ങി പോകാതെ വണ്ടി വിളിച്ചു തരാം. താഴേക്ക് പോകാനേ ഞങ്ങൾ വണ്ടി വിളിച്ചു തരാം. ഇറങ്ങിക്കോ. പിന്നെ ഈ പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ എന്തെങ്കിലും സംസാരിച്ച് പിന്നെ അത് ഒരു ഭാര്യയുടെ മുമ്പ് വെച്ച് ഭർത്താവിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. എനിക്ക് കൈ തരിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഒന്ന് കൊടുത്തു പോയാൽ ഞാൻ പിന്നെ വേറെ എന്താ വിളിച്ചോണ്ട് പോടാ. പറഞ്ഞില്ലേ കുറെ നേരം കൊണ്ട് കിടന്ന് ന്യായം വിട്ടോണ്ടിരിക്കുന്നു.
അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കണം. ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇതൊക്കെ എന്താണ്? അല്ല ഇതൊക്കെ എന്തോന്നാണ്? ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കാണുന്നില്ലേ? ഇതന്നെ അതല്ലല്ലോ. എന്നിട്ടത് സത്യം പറ. ഹലോ, ഏട്ടൻ രാവിലെ കൊണ്ടുവന്നപ്പോ എനിക്കറിയാം ആ പെണ്ണിനെ അത് ക്ലീൻ ആയിക്കോളെ. ഇതൊരു കത്തിയില്ല. ഇന്ന് ജോലിക്കും വിട്ടില്ലല്ലേ? ജോലിക്കും പോട്ടെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി നമ്മളെല്ലാം പ്ലാൻ ചെയ്തു. ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോഴെനിക്കറിയാം എനിക്കിട്ടൊരു പണി തന്നെ നിന്നെ കൊടുക്കൊണ്ടിരുന്നിട്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് തൊടുപുഴയിലാണ്. കുക്കുംബർ സലൂണിലാണ് ഇന്നത്തെ നമ്മുടെ അരങ്ങേറ്റം അല്ലേ? വന്നത് അഞ്ജു, പിന്നെ ബിനു. ഈ കൊണ്ടുവന്നത് നമ്മളെ വിജീഷ്. നമ്മളെ പഴയ ആ ഒരു ഫ്രണ്ടാണ്. അഞ്ജു പേടിച്ചു അല്ലേ? ശരിക്കും പേടിച്ചു? അല്ല പുള്ളി അതുപോലെ തന്നെ അനിതേ, ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് എന്ത് പറ്റി? മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഇട്ട് കുറച്ച് ടൈം ആയിപ്പോയി. ഇളക്കാൻ നേരത്തെ ഇളക്കണം, ഇത്ര സമയത്തിന് മുമ്പ് ഇളക്കണമെന്നല്ലേ? ഫസ്റ്റ് നല്ല കൂളിംഗ് ആയിരുന്നു. ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിഞ്ഞു മുറുകാൻ തുടങ്ങി. നോർമലി സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാര്യം. പിന്നെ അതിന്റെ ടൈമും കഴിഞ്ഞല്ലോ. അതിന്റെ 20 അല്ലെ 30 ആണ് അതിന്റെ ടൈം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കുക്കുംബ സലൂൺ ഓണറായിട്ടുള്ള ഫിജിൻ, മാനേജർ ബിനു, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും, അതായത് 10-30ഓളം സ്റ്റാഫുകളുള്ള സ്ഥലമാണ്. അവർക്കെല്ലാം നന്ദിയുണ്ട്. അപ്പോൾ പ്രാഞ്ചേട്ടാ ഐശ്വര്യമായിട്ട് ആ ക്യാഷ് പ്രൈസ് ഞാൻ കൊടുത്തേക്കാം. കൗമുദിയുടെ വകയായിട്ട് ആദ്യമായിട്ടൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ബാക്കി സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആ സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടുത്തെ മാനേജരായ ബിനുവിനെ ക്ഷണിക്കുകയാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം, കാസ്റ്റൽ ഓഫ് ജീൻസ് തൃക്കാക്കര കൊച്ചി നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. അപ്പോൾ അഞ്ജു, എന്താണ് ഇവിടെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫീലിങ്സ്? എനിക്കൊട്ടും മനസ്സിലായില്ല എന്നെ ഇങ്ങനെ ഫുൾ ആക്കുമായിരുന്നു. പേടിച്ചു, ശരിക്കും പേടിച്ചു. പേടിച്ചത് ഇത് മാറില്ല, 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാകും. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.